തേർഡ് സെമസ്റ്റർ കാൽക്കുലസ് ഓഫ് സിംഗിൾ വേരിയബിൾ 2 എന്ന കോർ പേപ്പറിൻ്റെ എക്സാമാണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് സെക്ഷൻ എയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡ്. ഇത് 2019 അഡ്മിഷൻ സ്റ്റുഡൻസിനാണ്. എക്സ്പാൻഡ് ദ എക്സ്പ്രഷൻ ln x² + 1 ഡിവൈഡഡ് ബൈ x³. അതായത് ഇത് നാച്ചുറൽ ലോഗരിതമാണ്. അപ്പോൾ ഇത് ഈ എക്സ്പ്രഷനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നാച്ചുറൽ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ln a/b = ln a - ln b എന്നത് നാച്ചുറൽ നമ്പറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ln a/b ദാറ്റ് ഈസ് ln x² + 1 - ln x³. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇതുപോലെ തന്നെ എഴുതാം. ln x² + 1 ഇത് പവർ റൂളിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അതായത് ln x³ = ln x⁻n n × ln x എന്നുള്ള പവർ റൂൾ. അപ്പോൾ ഈ രണ്ട് റൂളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ln x³ എന്നുള്ളത് 3 × ln x എന്നാവും. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് g of x is equal to x³ ln 2x. ഇതും നാച്ചുറൽ ലോഗരിതം ഉൾപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ x³ ln 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്, ഇവിടെയും എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതായത് പ്രോഡക്റ്റ് റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് g' of x = ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു d/dx of സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു d/dx of ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു x³ × d/dx of ln 2x. ഇവിടെ നമ്മൾ അഗെയിൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരും. അതായത് d/dx of ln x എന്നുള്ളത് d/dx of ln u, where u is a function of x ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് 1/u × du/dx എന്നുള്ള ചെയിൻ റൂൾ യൂസ് ചെയ്യണം അഗെയിൻ. അതായത് ln 2x-ന് u എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ln u എന്ന് വരും. ദാറ്റ് ഈസ് ln x-ൻ്റെ ഡെറിവേറ്റീവ് 1/x 1/2x ഇൻറ്റു ഇവിടെ d/dx of 2x എന്ന് വരും. അവിടെ നമുക്കൊരു 2 കിട്ടും. പ്ലസ് ln 2x ഇൻറ്റു d/dx of x³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻n ഫോമാണ്. ദാറ്റ് ഈസ് 3x². ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. എക്സും x³ പോവും. ഇവിടെ x² പ്ലസ് ln 2x ഇൻറ്റു 3x². രണ്ട് ഫംഗ്ഷനിലും നമുക്ക് x²നെ ഔട്ട് സൈഡ് എടുക്കാം. x² ഇൻറ്റു 1 പ്ലസ് 3 ln 2x എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x⁻x. അതായത് എക്സ് എന്നുള്ളത് ഒരു വേരിയബിൾ ആണ്, പവറും ഒരു വേരിയബിൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ, ഇതിൻ്റെ ഡെറിവേറ്റീവ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നാച്ചുറൽ ലോഗരിതം യൂസ് ചെയ്യാറുണ്ട്. അതായത് ലെറ്റ് y = x⁻x എന്ന് എഴുതും. ദെൻ രണ്ട് സൈഡും ടേക്കിംഗ് നാച്ചുറൽ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ദെൻ ln y = ln x⁻x which implies ln x⁻x, ദാറ്റ് ഈസ് ln x⁻n റിസൾട്ട്. അത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ln y = x × ln x.
ഇത്രയും ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത്, അതായത് നമ്മളെടുത്തത് ആ ഫംഗ്ഷന് y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ദെൻ രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം എടുക്കുന്നു. അതിൽ എല്ലാ സിംപ്ലിഫിക്കേഷനും നാച്ചുറൽ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലൈ ചെയ്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷനാണ്. രണ്ട് സൈഡിലും ഡിഫറൻസിയേഷനാണ്. രണ്ട് സൈഡിലും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. സോ ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ln എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, ദാറ്റ് ഈസ് ഇവിടെ ln y ആണ് 1/y ഇൻറ്റു ഇവിടെ എന്താണോ വിത്ത് റെസ്പെക്ട് ടു എക്സ് അതിന് ഡിഫറൻസിയേഷൻ ചെയിൻ റൂൾ പോലെ 1/y ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം ബിക്കോസ് രണ്ടും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതായത് 1/x, ln എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോവും, 1 + 1 ഇൻറ്റു ln എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln എക്സ് എന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല, നമുക്ക് വേണ്ടത് dy/dx ആണ്. സോ dy/dx ഇസ് ഈക്വൽ ടു, ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, y ഇൻറ്റു 1 + ln എക്സ്. ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യണം, y എന്താണോ ഫംഗ്ഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y ഈസ് ഈക്വൽ ടു x റേസ് ടു എക്സ് ഇൻറ്റു, കാരണം നമ്മുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ് എക്സിലായിരിക്കണം. സോ 1 + ln എക്സ്, ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻസ് ടു 0 e റേസ് ടു x - 1 ഡിവൈഡഡ് ബൈ x² + 1. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് വരുന്നത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസിൻ്റെ ആ ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ലിമിറ്റ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് e റേസ് ടു 0 - 1 ഡിവൈഡഡ് ബൈ, ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ഇവിടെ ലിമിറ്റ് എഴുതാൻ പാടില്ല. ഇവിടെ x², അതായത് 0² + 0. അപ്പോൾ ഇവിടെ നമുക്ക് e റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ 1 - 1 എന്ന് പറഞ്ഞാൽ മുകളിലും 0 0/0 ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മളൊരു റൂൾ പഠിച്ചിട്ടുണ്ട്, എൽ ഹോപ്പിറ്റൽ റൂൾ. അത് അപ്ലൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അതായത് 0/0 ഫോം അല്ലെങ്കിൽ ∞/∞ ഫോം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ റൂൾ അപ്ലൈ ചെയ്ത് ബൈ എൽ ഹോപ്പിറ്റൽ റൂൾ, ആ റൂള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഒരു റാഷണൽ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ടാവരുത് ഇതിനെ ഡെറിവേഷൻ ചെയ്യേണ്ടത്. മുകളിലൊരു ഫംഗ്ഷൻ, താഴെ ഒരു ഫംഗ്ഷൻ എഫ് ജി, എഫിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ജിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അങ്ങനെയാണ് എൽ ഹോസ്പിറ്റൽ റൂളിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. അതായത് കോഷ്യൻ റൂൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യല്ല വേണ്ടത്, മുകളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ താഴെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0, മുകളിൽ e റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് e റേസ് ടു എക്സ് -1 ഈസ് എ കോൺസ്റ്റൻറ്റ്, അവിടെ 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ മുകളിൽ കഴിഞ്ഞു, താഴെ x² ഡെറിവേറ്റീവ് 2x, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഓരോന്നും ടേം ബൈ ടേം ആയിട്ട് ഡെറിവേഷൻ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം e റേസ് ടു 0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0 + 1 എന്ന് വരും. ദാറ്റ് ഈസ് e റേസ് ടു 0 പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 0 ആയിട്ട് പോവും, 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനിയിപ്പോൾ നമ്മൾ ഒരു തവണ റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് വീണ്ടും 0/0 അല്ലെങ്കിൽ ∞/∞ ഫോമാണ് കിട്ടുന്നതെങ്കിൽ എഗെയിൻ ഒരു തവണയും കൂടെ റൂൾ അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടും. അങ്ങനെ എത്ര തവണ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, ഡയറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇവാലുവേറ്റ് കോസ് ഇൻവേഴ്സ് കോസ് 3π/2. അപ്പോൾ ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കോസ് ഇൻവേഴ്സ് കോസ് 3π/2 ഇത് കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അതേപോലെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും ഇൻവേഴ്സും ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും, അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുണ്ട് ഇവിടെ ഇൻവേഴ്സ് ഉണ്ട്, ഇത് പുറത്തും ഉള്ളിലുമായിട്ട് മാറി മാറി വരാം. പക്ഷെ അങ്ങനെ മാറി വരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർവെല്, അതായത് ഇവിടെ എക്സ് എടുക്കുന്ന ആ ഡൊമെയിന് ചേഞ്ച് വരും. അപ്പോൾ ഇവിടെ കോസിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം 0, കോസിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് 0
പ്രിൻസിപ്പൽ റേഞ്ച് എന്ന് പറയുന്നത് 0π ആണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ. അപ്പോൾ ഇവിടെ നമുക്കിത് ചെയ്യുമ്പം കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് 3π/2 ആണ് വരേണ്ടത്. പക്ഷേ 3π/2 എന്നുള്ളത് എവിടെ ഉൾപ്പെടുന്നില്ല? ഡസ് നോട്ട് ബിലോങ്സ് ടു 0π ആണ്. 0ൻ്റെയും പൈൻ്റെയും ഇടയിൽ, അതായത് 180 ഇതിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂ അല്ല 3π/2 എന്ന് പറയുന്നത്. 3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 270 നമുക്കതിൻ്റെ കണ്ടുപിടിക്കാം. അതായത് 3π/2 ഇൻറ്റു റേഡിയനിൽ കിടക്കുന്നതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡിഗ്രിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ 180/π ചെയ്യാം. സോ പൈ ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ നമുക്ക് 270 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാം ഏതാണ് ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ ഡസ് നോട്ട് ബിലോങ്സ് ടു 0π ആണ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എഗെയിൻ അടുത്ത ക്വാഡ്രൻറ്റിൽ, ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇതല്ല 3π/2 അല്ല വാല്യൂ വരുന്നത്. അപ്പോൾ അടുത്തൊരു വാല്യൂ കണ്ടുപിടിക്കുക. അടുത്ത വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3π/2നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിക്ക് കോസ് 3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം? കോസ് പൈ പ്ലസ് π/2 എന്ന് എഴുതാം. കോസ് പൈ പ്ലസ്, അതായത് എക്സ് ആക്സിസിൽ വരുന്ന എക്സിൽ വരുന്ന, അതായത് പൈയോ 2πയുടെയോ പൈയോ 2πയോ ആക്കിയിട്ടാണ് നമ്മൾ ഇതിനെ എഴുതുന്നതെങ്കിൽ ഫംഗ്ഷന് ചേഞ്ച് വരില്ല. അതാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അതായത് പൈ പ്ലസ് അല്ലെങ്കിൽ 2π പ്ലസ് അല്ലെങ്കിൽ പൈ മൈനസ് 2π മൈനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന് മാറ്റം വരില്ല. ഇനി പൈ/2ൻ്റെ മൾട്ടിപ്പിൾസോ π/2 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫംഗ്ഷൻ ചേഞ്ച് വരും. കോസ് സൈൻ ആവും, സൈന് കോസ് ആവും. അതുപോലെ ടാനും കോട്ടും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യും, കോസീക്കും സീക്കും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പൈ വെച്ചിട്ടാണെങ്കിൽ ഫംഗ്ഷന് ചേഞ്ച് വരില്ല, മൈനസോ പ്ലസോ വരും. അത് നമ്മൾ ഏത് ക്വാഡ്രൻറ്റ് നോക്കണം? ക്വാഡ്രൻറ്റ് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ഓൾ സിൽവർ ടീ കപ്സ് എന്നുള്ള റൂള് പഠിച്ചിട്ടുണ്ട്. ഓൾ സിൽവർ അതായത് സൈനും അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും പോസിറ്റീവാണ്. അതേപോലെ തേർഡ് ക്വാഡ്രൻറ്റിൽ സിൽവർ ടീ കപ്സ്, ടീ ആണ്, ടാനും അതിൻ്റെ റെസിപ്രോക്കൽ കോട്ടും, ഇവിടെ കോസും അതിൻ്റെ റെസിപ്രോക്കൽ സീക്കും, ഇതാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ ഇവിടെ കോസ് പൈ പ്ലസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ പ്ലസ് π/2 നമുക്ക് ചെയ്ത് 3π/2 തന്നെ കിട്ടും. പൈ പ്ലസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും, ഇവിടെയാണ് പോസിറ്റീവ് റൊട്ടേഷൻ. സോ പൈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടും, പൈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും. പൈ പ്ലസ് എന്ന് പറയുന്ന ക്വാഡ്രൻറ്റ് ഏതാണ്? തേർഡ് ക്വാഡ്രൻ്റ് ആണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോസ് പൈ പ്ലസ് π/2 എന്നുള്ളത് എന്താണ്? മൈനസ് കോസ് ഇത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്ത് മൈനസ് കോസ് π/2. മൈനസ് കോസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, ദാറ്റ് ഈസ് -0 ഇല്ല. കോസ് π/2 എന്ന് പറഞ്ഞാൽ 0. 0ക്ക് നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഇല്ല, ദാറ്റ് ഈസ് 0. അപ്പം കോസ് 3π/2 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് ഇൻവേഴ്സ് കോസ് 3π/2 ആയിരുന്നു. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് 3π/2 എന്താണ്? 0 ആണെന്ന് കിട്ടി. കോസ് ഇൻവേഴ്സ് 0 വരുന്നത് എവിടെ തന്നെയാണ്? π/2ലാണ്. π/2ലാണ് കോസ് π/2 ആണ് 0 വരുന്നത്. ദാറ്റ് ഈസ് ഇങ്ങനെ നോക്കിയാൽ മതി. കോസ് π/2 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് കോസ് ഇങ്ങോട്ട് വരുമ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു π/2. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ln n/n. ഇതും ഇൻഡിറ്റർമിനേറ്റ് ഫോംസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ln ∞/∞ എന്നുള്ളത് ∞/∞ ഫോമായിട്ട് മാറും. അതേൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് n ടെൻസ് ടു റൂൾ എഴുതി വെക്കണം. ലിമിറ്റ് n ടെൻസ് ടു എന്താണോ നിങ്ങൾ അവിടെ ചെയ്യുന്നത് പ്രോബ്ലത്തിൽ, ഏത് റിസൾട്ട് അല്ലെങ്കിൽ ഏത് റൂളാണോ ചെയ്യുന്നത് അതവിടെ സൈഡിൽ എഴുതി വെക്കണം, ആ റൂളാണ് എന്നുള്ളത്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ln n-ന്റെ ഡെറിവേറ്റീവ്, ln x-ന്റെ ഡെറിവേറ്റീവ് 1/x, ദാറ്റ് ഈസ് ln n-ന്റെ ഡെറിവേറ്റീവ് 1/n ഡിവൈഡഡ് ബൈ n-ന്റെ ഡെറിവേറ്റീവ് 1. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 1/n/1 എന്ന് പറഞ്ഞാൽ 1/n
ദാറ്റ് ഈസ് 1/∞. 1/∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് എലോപിറ്റൽ റൂൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എൻ ഇക്വേഷൻ ഇൻ റെക്ടാങ്കുലാർ കോർഡിനേറ്റ്സ് ഫോർ ദ സർഫസ് വിത്ത് ദ ഗിവൺ സിലിണ്ടറിക്കൽ ഇക്വേഷൻ r² cos 2θ - z² = 4. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ഉള്ളത് റെക്ടാങ്കുലാർ കോർഡിനേറ്റ്സിൽ നിന്ന് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ റെക്ടാങ്കുലാർ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷനാക്കി മാറ്റി എഴുതണം. കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. അതായത് സിലിണ്ടറിക്കൽ ഇക്വേഷനിൽ നിന്ന് റെക്ടാങ്കുലാർ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ റിലേഷൻ അറിഞ്ഞാലാണ് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും റെക്ടാങ്കുലാർ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതുപോലെ സ്ഫെറിക്കലും റെക്ടാങ്കുലാറും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ആ പോർഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ റിലേഷൻ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. x = r cos θ. ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത് r, θ, z. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. റെക്ടാങ്കുലാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാ x and y. ഇതാണ് റെക്ടാങ്കുലാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഒരു ഇക്വേഷനെ, ഇതിപ്പം ഇക്വേഷനാണ് തന്നിട്ടുള്ളത്, പോയിന്റ്സും തരാം. ഇതുപോലൊരു പോയിന്റ് തന്നിട്ട് ആ പോയിന്റിനെ റെക്ടാങ്കുലാർ കോർഡിനേറ്റ്സ് ആക്കിയിട്ട് മാറ്റി എഴുതാനും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഇക്വേഷനെ ഈ വേരിയബിൾ, ഈ ഒരു കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷനിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് x = r cos θ, y = r sin θ, z z തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ r² = x² + y², മാഗ്നിറ്റ്യൂഡ് tan θ = y/x. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഇതിലേക്ക് മാറ്റുക. x/z എന്നുള്ള എക്സും വൈയിലേക്കും മാറ്റുക. x/z അതായത് പ്ലെയിൻ ആണ്. വി യൂസ് ദ ഇവിടെ സ്പേസ് ആണ്, എക്സും വൈയും സെഡും. വി യൂസ് ദ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി cos 2θ. ഇവിടെ നമുക്ക് cos 2θ എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതിനെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്ത് മാറ്റി എഴുതാം. അതായത് cos 2θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos² θ - sin² θ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ r² cos 2θ - z² = 4ൽ cos 2θയ്ക്ക് നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. r² കോമൺ ആയിട്ട് ഔട്ട് സൈഡ് ഉണ്ട്. അത് ബ്രാക്കറ്റ് കളഞ്ഞ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ r² cos² θ - r² sin² θ - z² = 4 എന്ന് വരും. ദെൻ നമുക്കറിയാം x = r cos θ, ദാറ്റ് ഈസ് r² cos² θ പറഞ്ഞു കഴിഞ്ഞാൽ x². അതേപോലെ r² sin² θ എന്ന് പറഞ്ഞാൽ y². ഇവിടെ z², ദാറ്റ് ഈസ് = 4. ഇപ്പോൾ ഇത് ഏത് ഇക്വേഷനായി? XYZ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷനായി, ദാറ്റ് ഈസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷനായി മാറി, വിച്ച് ഈസ് എൻ ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റ്സ്. ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഐഡന്റിഫൈ ചെയ്യാനും കൂടെ പറയും ചില ക്വസ്റ്റ്യൻസ്. ഏതാണ് ആ ഒരു സർഫസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ ഇതാണ് നമ്മൾ പാരാബോളോയിഡിന്റെ, ഹൈപ്പർബോളോയിഡിന്റെ, എലിപ്സോയിഡിന്റെ ഒക്കെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇപ്പം x²/c² z²/c² - x²/a² - y²/b² = 1 എന്ന് പറയുന്ന ഒരു ഹൈപ്പർബോളോയിഡിന്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഏത് ഫോമിലോട്ടാണോ മാച്ച് ആവുന്നത്, അതാണ് ഏത് ഫോമാണോ അതാണ് അതിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ x² - y² - z² /1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് 4 ഉണ്ട്. 4 നമ്മൾ 1 ആക്കാൻ എന്ത് ചെയ്യും, /4 ആവും. അപ്പോൾ നമുക്ക് c² a² b² ഒക്കെ കിട്ടും. സോ ഇത് അതിൻ്റെ ഒരു ഫോമാണ്, ഹൈപ്പർബോളോയിഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് -2, 1, 3 ആൻഡ് ദ പ്ലെയിൻ 2x - 3y + z = 1. അതായത് 2x - 3y + z = 1 എന്ന് പറയുന്ന ഒരു പ്ലെയിന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതാണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റാണ് -2, 1, 3. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പോയിന്റിൽ നിന്ന് ഈ പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം അതിൻ്റെ ജനറൽ ഇക്വേഷൻ നോക്കാം. പോയിന്റ് P of
x1 y1 z1 ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ax1 പ്ലസ് by1 പ്ലസ് cz1 ഇസ് ഈക്വൽ ടു d എന്നതാണ്. ഇത് പോയിന്റ് px0 y0 z0, then ax1 പ്ലസ് by1 പ്ലസ് cz1 ഇസ് ഈക്വൽ ടു d എന്ന് പറയുന്നത് ഇത് പോയിന്റും ഇത് പ്ലെയിനിൻ്റെയും ജനറൽ ഇക്വേഷൻ ആണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് d ഇസ് ഈക്വൽ ടു മോഡ് ax1 പ്ലസ് by1 പ്ലസ് ez1 മൈനസ് d ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോയിന്റ് -213യും നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷൻ 2x മൈനസ് 3y പ്ലസ് z ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്ത് എഴുതാം. അപ്പോൾ ഇതിൽ a ഇസ് ഈക്വൽ ടു ജനറലായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും, b ഇസ് ഈക്വൽ ടു -3, c ഇസ് ഈക്വൽ ടു z ആൻഡ് d ഇസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ ഈക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. എയും ബിയും സിയും ഡിയും കിട്ടും, പോയിന്റും കിട്ടി. ഇനി ഡയറക്റ്റ് ആയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡ് ax1, അതായത് a ഇൻറ്റു പോയിന്റ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു -2, 2 ഇൻറ്റു -2 പ്ലസ് അടുത്തത് by1, ദാറ്റ് ഈസ് -3 ഇൻറ്റു 1, -3 ഇൻറ്റു 1 പ്ലസ് c ഇൻറ്റു z1, z അല്ല ഇവിടെ 1 ആണ്, ദാറ്റ് ഈസ് 1 ഇൻറ്റു 3 മൈനസ് d മൈനസ് 1 മോഡ് ക്ലോസ് ചെയ്യുക ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ, ദാറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിൽ എന്ത് വരും -4 -3 പ്ലസ് 3 -1 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് റൂട്ട് 4 പ്ലസ് 9 പ്ലസ് 1 എന്ന് കിട്ടും, ദാറ്റ് ഈസ് മുകളിൽ -7 പ്ലസ് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 14, ദാറ്റ് ഈസ് ഈക്വൽ ടു -5 ആണ് കിട്ടുന്നത്. പക്ഷേ മോഡുലസ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ വരും, ദാറ്റ് ഈസ് 5 ബൈ റൂട്ട് 14 എന്ന് കിട്ടും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ വെക്റ്റർ ഫംഗ്ഷൻ. നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്നുള്ള ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/t റൂട്ട് t മൈനസ് 1 and ln t. ഇതിൻ്റെ ഡൊമൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ആണ്. അതിനെ ഇങ്ങനെയും എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ എഫ് ഓഫ് ടി എന്നുള്ളതും ഒക്കെ സെപ്പറേറ്റ് എടുത്ത് എഴുതാം. എഫ് ഓഫ് ടി 1/t ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ, ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി സെപ്പറേറ്റ് എടുത്ത് എഴുതാണ്. എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/t, ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു റൂട്ട് t മൈനസ് 1 ആൻഡ് എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു ln t. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ മൂന്ന് കോർഡിനേറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡൊമെയിൻ ആയിരിക്കണം ടി വാല്യൂസ്. ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ടി വാല്യൂസ് ആണ് ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ടി വാല്യൂസ് എടുക്കാവുന്ന സെറ്റ്, അതാണ് ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്ന് കോർഡിനേറ്റ്സും എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. സോ നമ്മൾ ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം എഫ് ഓഫ് ടി നോക്കാം. അപ്പോൾ ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ടി, അതായത് ടിയുടെ വാല്യൂ ടി എവിടെ നിന്ന് എടുക്കാം, ടി 0 വരാൻ പാടില്ല. സോ 1/0 ഇൻഫിനിറ്റി ആവും, ഡസ് നോട്ട് എക്സിസ്റ്റ് ആവും. അപ്പോൾ 0 മാത്രം വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറയുന്നത് -∞ മുതൽ 0 വരെ ഉള്ളത് 0 ഡസ് നോട്ട് ഇൻക്ലൂഡ് ഓപ്പൺ ഇൻ്റർവൽ ആണ്, യൂണിയൻ 0 to ഇൻഫിനിറ്റി വരാം. ഇനി ജി ഓഫ് ടി റൂട്ട് t മൈനസ് 1, ജി ഓഫ് ടിയുടെ ആണെന്നുണ്ടെങ്കിൽ ഡൊമെയിൻ ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 1 വരാം മാക്സിമം, ഇവിടെ 1 to ഇൻഫിനിറ്റി. ഓക്കെ,
അതായത് ടി ഈസ് ഈക്വൽ ടു 1 വരാം, പിന്നെ ഇൻഫിനിറ്റി 2, 3, 4, 5, 6, 7 എത്ര വേണേലും വരാം. റൂട്ടിൽ നെഗറ്റീവ് വാല്യൂസ് വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഏത് വേണേലും വരാം, 1ന്റെ താഴോട്ട് പോകാൻ പാടില്ല. 0 വന്നു കഴിഞ്ഞാൽ -1 ആകും, റൂട്ട് -1 കോംപ്ലക്സ് നമ്പർ ആയിട്ട് മാറും, ദാറ്റ് ഈസ് i എന്നാവും. അപ്പോൾ ഇവിടെ മാക്സിമം സ്റ്റാർട്ടിങ് വരുന്നത് 1 ടു ഇൻഫിനിറ്റി. ഇനി എച്ച് ഓഫ് ടിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് എച്ച്. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണ്. ഡൊമൈൻ ഓഫ് എച്ച് നമുക്കറിയാം, ലോഗരിതമിക് ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് ലോഗരിതം എക്സിസ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് വാല്യൂസിന് മാത്രമാണ്. ദാറ്റ് ഈസ് 0 മുതൽ പോസിറ്റീവ് വാല്യൂസിന് മാത്രമാണ്. സോ നമുക്കിവിടെ ln ടിയുടെ വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് വരാൻ പാടില്ല. ദാറ്റ് ഈസ് ഓപ്പൺ ഇന്റർവൽ 0 ടു ഇൻഫിനിറ്റി എന്നെടുക്കുക. അപ്പോൾ ഇത് 3 ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ 3 ഇന്റർസെക്ഷൻ ആയിരിക്കണം നമ്മുടെ ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡൊമൈൻ ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡൊമൈൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഡൊമൈൻ ഓഫ് ജി ഇന്റർസെക്ഷൻ ഡൊമൈൻ ഓഫ് എച്ച് ആയിരിക്കണം. ഈ 3 കോർഡിനേറ്റ്സിന് 3 ഫംഗ്ഷൻസിന്റെ ഡൊമൈനിന്റെ ഇന്റർസെക്ഷൻ ആയിരിക്കണം ടോട്ടൽ ആർ ഓഫ് ടിയുടെ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ -∞ ടു ഇവിടെ 0 എടുത്തു, ഇവിടെ 1 എടുത്തു, ഇവിടെ -1 എടുത്തു, ഇൻഫിനിറ്റി, ഇത് -∞. സോ -∞ ടു 0 വരെ വരാം. 0 ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, ഇവിടെ തൊട്ട് ഇതുവരെ, ഇവിടെ തൊട്ടല്ല ഇത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതേപോലെ 0 ഇൻക്ലൂഡ് ചെയ്യാതെ ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അതാണ് ഫസ്റ്റത്തെ ഇൻ്റർവെല്. രണ്ടാമത്തെ വരുന്നത് 1 ടു ഇൻഫിനിറ്റി ആണ്. അതായത് 1 മുതൽ 1 ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, ഇങ്ങോട്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് 0 ടു ഇൻഫിനിറ്റി. 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അവിടുന്ന് ഇൻഫിനിറ്റി. അപ്പോൾ ഇത് 3 നമ്മൾ 3 പറഞ്ഞു. ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്, ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം, പിന്നെ ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ 3ലും ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്ന ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് മാത്രമാണ്. therefore അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇക്വേഷൻ എഴുതാം. therefore ഡൊമൈൻ ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 1 ഹാഫ് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ ക്ലോസ്ഡ് 1 ഓപ്പൺ ഇൻഫിനിറ്റി. ഇതാണ് ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് സമ്മേഷൻ n is equal to 0 to infinity n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഇൻഫൈനൈറ്റ് സീരീസിൻ്റെ ഇൻഫൈനൈറ്റ് സീരീസ് എന്നുള്ള ആ ഒരു സെക്ഷനിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ആ ഡെഫിനീഷൻ പറഞ്ഞിട്ട് അതിൻ്റെ ആൻസർ പറയാം. അതായത് ഒരു പവർ സീരീസ് സമ്മേഷൻ an ഇൻറ്റു എക്സ് മൈനസ് സി ഹോൾ റേസ് ടു n എന്നുള്ളത് ഒരു പവർ സീരീസ് ആണ്. ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഒരു ഗ്രേറ്റസ്റ്റ് ഇൻ്റർവെല്ലിനെ, പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയാം. ഓക്കെ, പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് ഇൻ്റർവെല്ലിനെയാണ് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയാം. ഇതൊരു ഫൈനൈറ്റ് ഇന്റർവെൽ ആവും, ഇന്റർവെൽ ഓഫ് കൺവേർജൻസ്. ഈ ഇന്റർവെൽ ഓഫ് കൺവേർജൻസിന്റെ ഹാഫ് ഓഫ് ദ ലെങ്ത്, ഇന്റർവെൽ ഓഫ് കൺവേർജൻസിന്റെ ലെങ്ത്തിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് ഇന്റർവെൽ ആണ് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ്. ഇന്റർവെൽ ഓഫ് കൺവേർജൻസിന്റെ ലെങ്ത്തിന്റെ ഹാഫ്, അതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് 2-3 വിധത്തിലുണ്ട്. അതായത് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്നുള്ളത് അതിന്റെ ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമൈനിൽ ഫോർ എല്ലാ എക്സിലും ഈ പവർ സീരീസ് കൺവേർജസ് ആവുകയാണെങ്കിൽ, അതായത് എല്ലാ എക്സ് വാല്യൂസിലും അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ അവിടെ റേഡിയസ് ഓഫ് കൺവേർജന്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, ഫോർ എവറി എക്സ്
ഈ പവർ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവുകയാണെങ്കിൽ അവിടെയാണ് റേഡിയസ് ഓഫ് കൺവേർജൻറ്റ് ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഓൺലി അറ്റ് ദ സെൻറ്റർ ആണെങ്കിൽ, ഓൺലി അറ്റ് ദ സെൻറ്റർ ആണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ അവിടെ റേഡിയസ് ഓഫ് കൺവേർജൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ എക്സിലും കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻ്റ് ഇൻഫിനിറ്റിയും, ആ സെൻറ്ററിൽ മാത്രം കൺവേർജൻ്റ് ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻ്റ് ഓഫ് സമ്മേഷൻ n is equal to 0 to infinity n factorial into x raised to n എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതാണ് ജനറലി ഒരു ഇക്വേഷൻ. n is equal to 0 സിഗ്മ n is equal to 0 to infinity an x raised to n, that is സിഗ്മ n is equal to 0 to infinity. ഇത് ജനറൽ ഫോം ആണ് ഇതിൻ്റെ. ഇതാണ് ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു എൻ എന്നുള്ളത് എന്താണ്, n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ആൻഡ് യു എൻ എടുത്തു. ഇവിടെ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇൻ്റർവൽ ആണ് നമുക്ക് എടുക്കേണ്ടത്. ആദ്യം കൺവേർജ് ചെയ്യുന്ന ഇൻ്റർവൽ ആണ് എടുക്കേണ്ടത്. സോ n ഫാക്ടോറിയൽ എക്സ് റേസ് ടു n യു n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1, എന്നിന് പകരം n+1 കൊടുക്കുക. ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n+1 എന്ന് കൊടുത്തു. ഇനി നമ്മളിവിടെ റേഷ്യോ ടെസ്റ്റ് പ്രകാരം, നമ്മുടെ റേഷ്യോ ടെസ്റ്റ് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് un+1 ഡിവൈഡഡ് ബൈ un. un+1 ഉം un തമ്മിലുള്ള റേഷ്യോ, ആ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് un+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ u എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n. ഇവിടെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 ഫാക്ടോറിയൽ, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n-1 ഫാക്ടോറിയൽ ആണെന്ന് നമുക്കറിയാം. അതുപോലെ n+1 ഫാക്ടോറിയൽ ആണെന്നുണ്ടെങ്കിൽ n+1 ഇൻറ്റു n+1 - 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n+1 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു 1, അതായത് എക്സ് റേസ് ടു n+1 ആവും. ഡിവൈഡഡ് ബൈ താഴെ n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n. താഴത്തെ നമ്മളൊന്നും മാറ്റിയില്ല, മുകളിലുള്ളതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ n+1ഉം ഈ n+1 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഈ n ഫാക്ടോറിയലും ഈ n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് പോവും. എക്സ് റേസ് ടു n ഉം എക്സ് റേസ് ടു n ഉം പോവും. പിന്നെ ബാക്കിയുള്ളത് മോഡ് n+1 ഇൻറ്റു എക്സ് മാത്രമാണ്. ദാറ്റ് ഈസ് n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. നമ്മൾ എക്സിന് മാത്രം എന്ത് കൊടുത്താൽ മതി, മോഡുലസ് കൊടുത്താൽ മതി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 ഇൻറ്റു മോഡ് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലി കിട്ടിയത്. ഇപ്പോൾ ഇവിടെ നമ്മൾ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി ഇൻറ്റു മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇൻഫിനിറ്റി ആണ് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. ഫോർ എവരി, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ എവരി എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0. എക്സ് 0 ആവാത്തപ്പോഴൊക്കെ ഇവിടെ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റി ആണ് കിട്ടുക. കാരണം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ 0 ഇത് കൊടുക്കും, ഇൻഫിനിറ്റി കൊടുക്കും. ഇവിടെ എക്സ് ഒരു വാല്യൂ ആണ്, 1, 2, 3 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെന്ന് കൺസിഡർ വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി ആണ് കിട്ടുക. സോ ബൈ റേഷ്യോ ടെസ്റ്റ് ദ ഗിവൺ പവർ സീരീസ്, ഈ പവർ സീരീസ് എന്താണ്, ഡൈവേർജസ് ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ തന്നിരിക്കുന്ന പവർ സീരീസ് ഡൈവേർജസ് ആണ്. ഇനി എക്സ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ, എക്സ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ആണ് എല്ലാ ടേംസും എന്താവുന്നത്, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. ദെർഫോർ ആ സമയത്ത് മാത്രമാണ് ഈ പവർ സീരീസ് കൺവേർജ് ആവുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫൈനലായിട്ട് ഇതുവരെ കിട്ടി. ഇവിടെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്തൊക്കെ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഫൈനിറ്റി കിട്ടും. ബൈ റേഷ്യോ ടെസ്റ്റ് ഈ റേഷ്യോ ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇതെന്താണ്, ഡൈവേർജസ് ആണ്.
ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസിനാണ് ഈ പവർ സീരീസ് എല്ലാ വാല്യൂസും 0 ആവും. സോ 0 എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക് 0യിലേക്കോ ഒരു ഫൈനൈറ്റ് നമ്പറിലേക്കോ ആണ് ഫൈനൈറ്റ് നമ്പറുമാണ് കിട്ടുന്നതെങ്കിൽ, റേഷ്യോ ആയിട്ട് കിട്ടുന്നതെങ്കിൽ അവിടെ കൺവേർജസ് ആണ്. സോ ബൈ റേഷ്യോ ടെസ്റ്റ് ദ ഗിവൺ പവർ സീരീസ് കൺവേർജസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് പവർ സീരീസ് കൺവേർജന്റ്. അതായത് സെന്ററിൽ മാത്രമാണ് ഇത് കൺവേർജ് ആവുന്നത്. എക്സ് ഈക്വൽ ടു പറഞ്ഞാൽ സെന്ററിൽ മാത്രമാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ പറയുന്ന റിസൾട്ട് പ്രകാരം ഓൺലി അറ്റ് ദ സെന്ററിലാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഹിയർ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് ഈക്വൽ ടു 0. സെൻറ്ററിൽ മാത്രമാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ അവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0. ഈ 0 അല്ല, ഇത് സെൻറ്ററിൽ മാത്രമാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ അത് 0 അല്ല. നമുക്കിവിടെ ഒരു ഇൻ്റർവെലാണ് കിട്ടുന്നതെങ്കിൽ അതാണ് അവിടുത്തെ റേഡിയസ് ഓഫ്, അവിടുത്തെ അതിൻ്റെ ലെങ്ത് ആണ് അവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 4 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 3t. ഇവിടെ സ്ലോപ്സ് ഓഫ് പാരാമീറ്ററൈസ്ഡ് കേഴ്സ് ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് പാരാമീറ്ററൈസ്ഡ് ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആദ്യം പറയാം. എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി. എക്സും വൈയും ടിയുടെ രണ്ട് ഫംഗ്ഷൻസ് ആണെങ്കിൽ നമ്മളിവിടെ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഡി വൈ ബൈ ഡി ടി, അതായത് y with respect to t differentiation, x with respect to t differentiation, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. dy by dt divided by dx by dt. ഇതാണ് dy by dx. പാരാമീറ്ററൈസ്ഡ് ഇക്വേഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ്, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്, ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ബട്ട് ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് ടിയിലായതുകൊണ്ട് ഡി ബൈ ഡി ടി ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി, വേർ ഡി എക്സ് ബൈ ഡി ടി എന്തായിരിക്കണം, ഡി എക്സ് ബൈ ഡി ടി നോട്ട് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. എപ്പോഴും ഇക്വേഷൻസ് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആദ്യം ഇക്വേഷൻസ് എഴുതി വെക്കുക, അതിനുശേഷം പ്രോബ്ലം ചെയ്യുക. എന്താണോ ഇക്വേഷൻ എഴുതി വെച്ചിട്ട് ഇക്വേഷനിൽ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതാണ് നമ്മളിത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 4. ഇവിടെ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡി വൈ ബൈ ഡി എക്സും ഡി എക്സ് ബൈ ഡി ടിയുമാണ് ആവശ്യം. ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് ടി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ദ എക്സ്പ്രഷൻ ലോഗ് 7 ടു ദ ബേസ് 4 അക്യുറേറ്റ് ടു 5 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ലോഗരിതം ടു ദ ബേസ് 4 ആണ്. 5 ഡെസിമൽ പ്ലേസസിന് അക്യുറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ അതിൻ്റെ ഡെഫിനേഷൻ എഴുതാം. ആദ്യം ലോഗ് എക്സ് ടു ദ ബേസ് എ എന്ന് പറയുന്നതിൻ്റെ നാച്ചുറൽ ലോഗരിതം വെച്ചിട്ടുള്ള ഡെഫിനേഷൻ എന്നത് ln x ഡിവൈഡഡ് ബൈ ln a. ലോഗ് എക്സ് ടു ദ ബേസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln x ഡിവൈഡഡ് ബൈ ln a എന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ ലോഗ് 7 ടു ദ ബേസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln 7 ഡിവൈഡഡ് ബൈ ln 4. ഇനി ഈ ln 4ൻ്റെയും ln 7ൻ്റെയും അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് നോക്കിയാൽ കിട്ടും 1 പോയിന്റ്. നമ്മൾ കറക്റ്റ് 5 ഡെസിമൽ പ്ലേസസിൻ്റെ വാല്യൂ ആണ് എടുക്കേണ്ടത്. 1.94591 ഡിവൈഡഡ് ബൈ 1.38629. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.40368. ഇതാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ. സെക്ഷൻ എ പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ ബി പാർട്ടിലും സി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.